ശശികുമാർ സേവ് യൂണിവേഴ്സിറ്റി ഫോറം നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ആർ എസ് ശശികുമാർ, ഇപ്പോൾ താങ്കൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം എന്താണ്? നേരത്തെ തന്നെ ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റിയുടെ ഭൂമിയാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഈ AKG സെന്റർ ഇപ്പോൾ ഉള്ള സ്ഥലത്തെ ചൊല്ലി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു ഹർജിയുമായി അങ്ങ് നീങ്ങുന്നതിന് പശ്ചാത്തലം? AKG സെന്ററിനെ 1977 AK ആന്റണി 15 സെന്റ് സ്ഥലമാണ് കൊടുത്തതെന്നുള്ള രേഖകൾ പൂർണ്ണമായിട്ടും യൂണിവേഴ്സിറ്റിയിലോ സർക്കാരിലോ കളക്ടറേറ്റിലോ ഇല്ല എന്നുള്ള വിവരം ലഭിച്ചു. ആകെ കൂടിയുള്ള രേഖ എന്ന് പറയുന്നത് ശ്രീധരമേനോൻ എന്ന മുൻ രജിസ്ട്രാറും പത്മഭൂഷൺ ഹിസ്റ്റോറിയൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ 15 സെന്റ് ഭൂമി കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രേഖകൾ പരിശോധിച്ചപ്പോൾ ഇന്ന് AKG സെന്ററിന്റെ കൈവശം 55 സെന്റ് ഭൂമിയുണ്ട്. ആ 55 സെന്റ് ഭൂമി എങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ ഭൂമി AKG സെന്ററിന്റെ കയ്യിൽ വന്നു എന്നുള്ള ചോദ്യത്തിന് വേണ്ടി വിവരാവകാശ നിയമപ്രകാരം രേഖകൾ ലഭിച്ചപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കിട്ടിയ മറുപടി ഭൂമി ഇപ്പോഴും പുറമ്പോക്ക് ഭൂമിയാണ്. ഈ ഭൂമി ഇതുവരെയും സർക്കാർ AKG സെന്ററിന് പതിച്ചു കൊടുത്തിട്ടില്ല. അന്വേഷിച്ചപ്പോൾ ഗവൺമെന്റ് 15 സെന്റ് ഭൂമിയാണ് കൊടുത്തത്. ആ 15 സെന്റ് ഭൂമി മാത്രം ആയിരുന്നുവെങ്കിൽ പതിച്ചു കൊടുക്കുമായിരുന്നു. ഇവർ 55 സെന്റ് ഭൂമി അനധികൃതമായിട്ട് കയ്യേറി. ആ ഭൂമി കയ്യേറിയതിനു ശേഷം സർവകലാശാലയാകട്ടെ ഗവൺമെന്റ് ആകട്ടെ ഇതിനുവേണ്ടി നടപടി എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയെ അഭയം പ്രാപിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ നിന്നും നീതി ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. കാരണം ഭൂമി അനുവദിച്ചത് AKN അനുവദിച്ചത് AKGയുടെ പേരിൽ ഒരു പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നതിന് വേണ്ടിയാണ്. സർവകലാശാല രേഖകളിൽ സർവകലാശാല ഇതേവരെ പഠന ഗവേഷണ കേന്ദ്രമായിട്ടുള്ള അംഗീകാരം നൽകിയിട്ടില്ല. അതിപ്പോഴും AKG സെന്റർ എന്ന് പറയുന്നത് CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കുകയാണ്. ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ ഭൂമി കൊടുത്തിട്ടുള്ളത് ആ ആവശ്യത്തിനല്ല മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭൂമി റദ്ദാവും. അതുകൊണ്ട് ഈ ഭൂമി CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസായിട്ട് പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് 15 സെന്റ് ഭൂമിയുടെ സ്ഥാനത്ത് 55 സെന്റ് ഭൂമി എടുത്തതുകൊണ്ട് ഗവൺമെന്റ് ഇപ്പോഴും പുറമ്പോക്ക് ഭൂമിയാണെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഈ ഭൂമിക്ക് കരമടക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഭൂമി പൂർണ്ണമായിട്ടും സർവകലാശാല ഏറ്റെടുക്കണമെന്നും പഠന ഗവേഷണ കേന്ദ്രം സർവകലാശാല നേരിട്ടുള്ള നിയന്ത്രണത്തിലാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. നിശ്ചയമായും അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്നും AKG പഠന ഗവേഷണ കേന്ദ്രം AKG സെന്റർ സർവകലാശാല അധീനതയിലാകണം. അതല്ല എന്നുണ്ടെങ്കിൽ 15 സെന്റ് ഭൂമി AK ആന്റണി കൊടുത്ത ഭൂമി അവർക്ക് വിട്ടുകൊടുക്കാം. ബാക്കിയുള്ള ഭൂമി പൂർണ്ണമായിട്ടും സർവകലാശാല ഏറ്റെടുക്കണം. ഇതിനുള്ള രേഖകളൊക്കെ കോടതിയിൽ ഹാജരാക്കിയോ? രേഖകളും ഈ സെക്രട്ടേറിയറ്റിൽ റവന്യൂ ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫയൽ ഞങ്ങളുടെ കൈവശമില്ല, ഞങ്ങൾ ആർക്കിയോളജി വകുപ്പിന് കൊടുത്തതാണ്. 1977 ഓഗസ്റ്റിൽ കൊടുത്ത ഉത്തരവിന്റെ കോപ്പിയോ ക്യാബിനറ്റിന്റെ തീരുമാനമോ ആർക്കിയോളജി വകുപ്പിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. AKG സെന്ററിന്റെ ഈ ഒരൊറ്റ ഫയൽ മാത്രമാണ് ആർക്കിയോളജി നഷ്ടപ്പെട്ടത്. അപ്പോൾ ഫയല് AKG സെന്ററിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫയൽ സെക്രട്ടേറിയറ്റിലില്ല, ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലില്ല, കളക്ടറേറ്റിലില്ല, താലൂക്ക് ഓഫീസിലില്ല, സർവേ ഡിപ്പാർട്ട്മെന്റിലില്ല, കോർപ്പറേഷൻ ഓഫീസിലില്ല. എല്ലായിടത്തുനിന്നും CPMന്റെ അധീനതയിലുള്ള സമയത്ത് ഫയൽ പൂർണ്ണമായി മുക്കിയപ്പോൾ ഒരു കാര്യം പറയാം, AKG സെന്ററിന്റെ സെക്രട്ടറിയുടെ പേരിലാണ് ഇപ്പൊ കേസ് കൊടുത്തുള്ള ഒരു എതിർകക്ഷി. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യട്ടെ. ഈ 55 സെന്റ് ഭൂമി ഗവൺമെന്റ് അനുവദിച്ചതിന്റെ രേഖ ഹാജരാക്കിയാണെങ്കിൽ ഞാൻ എന്റെ കേസ് പിൻവലിക്കും. അതിനു വേണ്ടിയുള്ള വെല്ലുവിളി തന്നെ നടത്തുകയാണ്. ഈ CPM ഇല്ലെങ്കിൽ CPM ഈ സ്ഥാനം ഒഴിഞ്ഞ് സർവകലാശാലയ്ക്ക് ഈ ഭൂമി പൂർണ്ണമായും വിട്ടുകൊടുക്കണം. നേരത്തെ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകളൊക്കെ ശേഖരിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണം തന്നെയാണ് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. ഗവർണർ കൊടുത്തിരുന്നു. ഗവർണർ ഡോക്ടർ മോഹൻ കുന്നുമ്മേനെ ചുമതലപ്പെടുത്തി പരിശോധിച്ചിട്ട് അറിയിക്കാൻ പറഞ്ഞപ്പോഴേക്കും ഇപ്പോൾ നിലവിലുള്ള ഭൂമി 16.4 ഏക്കർ ഭൂമി മാത്രമേ സർവകലാശാല കൈവശമുള്ളൂ എന്നുള്ള ഒരു കടലാസല്ലാതെ സർവകലാശാല ഭൂമി കൊടുത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു രേഖയില്ല എന്ന് ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ ഗവർണർ അറിയിച്ചിട്ടുണ്ട്. ഞാൻ ഗവർണർ ചാൻസലർ എന്ന നിലയിൽ ഗവർണറെ കൂടി എതിർകക്ഷിയാക്കിയാണ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവരെല്ലാവരും കൗണ്ടർ യൂണിവേഴ്സിറ്റി സത്യവാങ്മൂലം കൊടുത്തു കഴിയുമ്പോഴേക്കും വ്യക്തമായ തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.